ഞങ്ങളെ വരുന്ന വഴിക്ക് ചെറുതായിട്ടൊന്ന് പോലീസ് പിടിച്ചായിരുന്നു. പിന്നെ ഒരു സമയം കഴിഞ്ഞ് ഇവിടെ നീലക്കുറിഞ്ഞി പൂക്കും കേട്ടോ. നല്ല വെയിലാണെങ്കിലും തേയിലച്ചെടിയെല്ലാം പച്ചപ്പാട്ട് തന്നെ ആക്കുന്നത്. ആശാന്റെ മുടി കണ്ട് പോലീസുകാരന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മള് ഇന്ന് പോകുന്ന സ്പോട്ടാണ് കല്യാണത്തണ്ട്. അപ്പൊ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് കാൽവരി മൗണ്ടിൽ നിന്ന് കട്ടപ്പന റോഡ് കൂടിയാണ് പൊക്കോണ്ടിരിക്കുന്നത്. വേനൽ സമയമായതുകൊണ്ട് തന്നെ അവിടെയും വലുതായിട്ടൊന്നും കാണാനില്ല. നമ്മളിപ്പൊ തന്നെ കണ്ടില്ലേ കാൽവരി മൗണ്ട്. അതിന്റെ വേറൊരു സ്ഥലമാണ് കല്യാണത്തണ്ട്. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അഞ്ചുള്ളിയുടെ ബാക്ക് സൈഡ് കാണാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കല്യാണത്തണ്ടിൽ നിന്ന് കാണാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ നമ്മൾ നിർമ്മല സിറ്റി വന്നു. അങ്ങനെ നിർമ്മല സിറ്റി വന്നിട്ട് കട്ടപ്പന നിന്ന് വരുവാണെങ്കിൽ ലെഫ്റ്റും കാൽവരി മൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് റൈറ്റും ആണ് കേട്ടോ കയറാനുള്ളത്. നമ്മൾ ഈ കയറി പോകുന്നതാണ് കല്യാണത്തണ്ട്. ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. കയറിപ്പോകുന്ന റോഡ് ഒരു കൊച്ചു റോഡാണ് കേട്ടോ. വാവ്, ഇതാണ് കല്യാണത്തണ്ട് മല. നമ്മൾ ഏകദേശം ആ മലയുടെ ടോപ്പിലാട്ടോ കയറാൻ പോകുന്നത്. ഇതാണ് ആ മല. ആ മലയാണ് ഈ മല. വീണ്ടും നമ്മൾ 1 കിലോമീറ്റർ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് റൈറ്റ് കയറി പോകണം കേട്ടോ. അവിടെ നിന്ന് റൈറ്റ് കയറി ചേരുന്നതാണ് കല്യാണത്തണ്ട് മല എന്നാണ് എന്റെ കൂടെയുള്ള ഈ മുടിയം ബ്ലോഗർ പറഞ്ഞത്. ഞങ്ങളെ വരുന്ന വഴിക്ക് ചെറുതായിട്ടൊന്ന് പോലീസ് പിടിച്ചായിരുന്നു. പോലീസ് പിടിച്ചപ്പോ ആശാന്റെ മുടി കണ്ട് പോലീസുകാരന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവരെ കണ്ടപ്പോ പോലീസുകാർ പറഞ്ഞു ഇവരെ ഏറ്റവും നിക്കറ വരെ അടക്കുന്നതിന് അവര് ചെക്ക് ചെയ്തിട്ടാണ് വിട്ടത്. സെർച്ച് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു ഇനിയിപ്പോ ഫുള്ള് ഉണ്ടാക്കിട്ട് പോയാൽ മതി, എല്ലായിടത്തും സെർച്ച് ചെയ്യാൻ പറ്റും. ഏതാണ്ട് ഇത്രയും ദൂരം വരെ നമ്മുടെ കാറ് വരുള്ളൂ. അതിനുശേഷം നിങ്ങൾ മാക്സിമം ജീപ്പ് സവാരി എടുക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. റോഡ് മൊത്തവും പോയി കിടക്കുന്നതാണ്. പിന്നെ താറ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പ് വരെ പോകാം, ഇല്ലെങ്കിൽ നടക്കേണ്ടി വരും കേട്ടോ. പിന്നെ 2 വീലേഴ്സ് ആയിട്ട് വരുന്നവർക്ക് ടോപ്പ് വരെ 2 വീലേഴ്സ് അങ്ങോട്ട് പോകാം. കാറായിട്ട് വരുന്നവർക്ക് മാക്സിമം ഞങ്ങളിപ്പോൾ ഇട്ടിരിക്കുന്നിടത്ത് തന്നെ നിർത്തിയിടാവുന്നതാണ്. പിന്നെ ഒരു സമയം കഴിഞ്ഞ് ഇവിടെ നീലക്കുറിഞ്ഞി പൂക്കും കേട്ടോ. അതൊരു ഭയങ്കര പ്രത്യേകതയാണ് ഈ കല്യാണത്തണ്ടിൽ. ആ സമയത്തൊക്കെ ഈ റോഡിലൊക്കെ ഭയങ്കര ബ്ലോക്കാണ്. അതാണ്ട് നിങ്ങൾ ആ കാണുന്ന ആ നെറ്റ് പോലെ സംഭവം ഉണ്ടോ, അത് ഈ വെയിൽ കാരണം ഏലത്തിന് തണലൊരുക്കിയേക്കുന്നതാണ് കേട്ടോ അവർ. നമ്മൾ കാൽവരി മൗണ്ട് എന്ത് കണ്ടോ അതിൻ്റെ ഒരു ഓപ്പോസിറ്റാണ് ഇവിടെ വന്നാൽ കാണാൻ പറ്റുന്നത്. കല്യാണത്തണ്ടി വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാണാൻ പറ്റുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാലും ഇടുക്കി ഡാമിലെ റിസർവോയറിലെ കാഴ്ചകളാണ് കൂടുതലും ഉള്ളത്. എനിക്ക് തോന്നുന്നത് ഇവിടെ വരുന്നവർക്ക് ശ്രമിക്കാൻ വേണ്ടി ഒരു കൊച്ചു ഷെഡാന്ന് തോന്നുന്നു. ഇത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ചെയ്ത പോലെ ഉണ്ട് കേട്ടോ. ചിലയിടത്തെ മരങ്ങളെല്ലാം ഉണങ്ങി ഇലയൊക്കെ കൊഴിഞ്ഞിരിക്കുന്നു. ചില മരങ്ങളിൽ പുതിയ ഇലകൾ കിളിർത്ത് വരുന്നു. അതൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന ഒരു പ്രത്യേക കാഴ്ചയാണ്. പിന്നെ ഇവിടെ കുറേ ഐലൻഡ് പോലെ കിടപ്പുണ്ട് കേട്ടോ. അത് വെള്ളം കുറയുന്നതനുസരിച്ച് ഐലൻഡ് കാണാൻ പറ്റുന്നതാണ്. കുരിശുമല തീർത്ഥാടനം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഇവിടെ ചിലയിടത്ത് കയറി വീഴുമ്പോൾ തന്നെ കുരിശ് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ടോപ്പിലുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു തോന്നുന്നു. ആ ടോപ്പിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇടുക്കിയൊക്കെ വിസിറ്റ് ചെയ്യാൻ വരുന്നൊരു മാക്സിമം മഴ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കാഴ്ചയാണ് ഇവിടെ കാണാനുള്ളത്. ഒരു ഡിസംബർ ആ ടൈമൊക്കെ വന്നാലും നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. അല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ്. പിന്നെ ഇവിടെ രാവിലെ ഭയങ്കര തണുപ്പാണ്. ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്നിടത്ത് രാവിലെ 16-17 ഡിഗ്രിയൊക്കെ തണുപ്പാണ്. പക്ഷെ ഉച്ചയൊക്കെ ആകുമ്പം അത് 25, 26, 29 വരെയൊക്കെ പോകുന്നുണ്ട്. ഇവിടെ കാട്ടുതീയൊക്കെ പടർന്നു പിടിക്കുന്നൊരു സാധ്യതയുള്ള ഏരിയയാണ് കൂടുതലും. കാരണം എന്താ, ആ കാണുന്നിടത്തൊക്കെ ഈയിടയ്ക്ക് കാട്ടുതീ പിടിച്ചാണ്. പിന്നെ ഇടുക്കിയിൽ മിക്ക സ്ഥലങ്ങളിലും ഇതുപോലെ കാട്ടുതീ പടർന്നു പിടിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ന്യൂസിലൊക്കെ. ഈ ഏരിയയിലൊക്കെ അത് സ്വാഭാവികമായിട്ടും ഒരുപാടുള്ളതാണ്. നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാൽ ആ കാൽവരി മൗണ്ടിൽ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴും കാട്ടുതീയുടെ ഒരു സാന്നിധ്യം കാണാൻ പറ്റി. ഇതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ വേനലായതുകൊണ്ട് ഇവിടെ വെള്ളം കുറവായിരിക്കും, കൂടുതലും പാറക്കെട്ടല്ലേ. അപ്പോൾ അങ്ങനെ ചെടികളെല്ലാം കരിയുകയും പിന്നെ ഈ ചൂടിൻ്റെ ഇതും അങ്ങനെയൊക്കെയാണ് ഇവിടെ കാട്ടുതീ പെട്ടെന്നുണ്ടാകുന്നത്. ഈ കാണുന്ന ചെടിയാണ് നമ്മളെല്ലാവരും കുടിക്കുന്ന കട്ടൻ ചായ ഉണ്ടാക്കുന്ന തേയിലച്ചെടി. ഇടുക്കിയിൽ ഏറ്റവും കൂടുതലുള്ള ഒരു സാധനമാണ് തേയില. അത് കഴിഞ്ഞാൽ പിന്നെ വയനാട്ടിൽ. ഇതിൻ്റെ കൊളുന്ത് നുള്ളിയാണ് ഇവർ തേയിലപ്പൊടി ഉണ്ടാക്കുന്നത്. അതിന് കുറേ പ്രോസസ്സിങ് രീതി ഉണ്ട്, എനിക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ അറിയത്തില്ല. നല്ല വെയിലാണെങ്കിലും തേയിലച്ചെടിയെല്ലാം പച്ചപ്പാട്ട് തന്നെ ആക്കുന്നത്. നല്ല വെയിലാണെങ്കിലും തേയിലച്ചെടിയെല്ലാം നല്ല പച്ചപ്പായിട്ടാണ് അവിടെ നിൽക്കുന്നത്. ബാക്കി എന്തൊക്കെ കരിഞ്ഞു പോയിട്ടും തേയിലച്ചെടിക്കൊന്നും ഒരു മാറ്റമില്ല, അങ്ങനെ തന്നെ പച്ചപ്പോടെ നിൽക്കുക. കല്യാണത്തിൻ്റെ കാഴ്ചകൾ ഏകദേശം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ അടുത്ത് അഞ്ചുരുളി പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി പോകുന്ന വഴിക്കാണ് അവിടുത്തെ കാഴ്ചകൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അഞ്ചുരുളിയൊക്കെ ഒരുപാട് വ്ളോഗിൽ വന്ന വിഷ്വലാണെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി
വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ പ്രത്യേകിച്ച് ഈ ടൂറിസ്റ്റ് പ്ലേസുകൾ എപ്പോഴും ഒരുപോലെ ഇരിക്കില്ലോ. ചിലത് പുതിയ രീതിയിലും പുതിയ ഭാവത്തിലൊക്കെയാണല്ലോ നമ്മുടെ കേരള ടൂറിസ്റ്റ് വകുപ്പ് പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പം നമുക്ക് 2025 എന്താണ് അഞ്ചുരുളിയിലെ കാഴ്ചയെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റും. എന്നാൽ പിന്നെ കല്യാണത്തണ്ടിൽ നിന്നുള്ള യാത്രകളൊക്കെ ഒപ്പി എടുത്തിട്ട് നേരെ നമ്മൾ അഞ്ചുരുളിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ കേട്ടോ. ഇനി ഇതുപോലെ ഒരുപാട് സ്ഥലത്തെ ട്രാവൽ വ്ളോഗ് നമ്മൾ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ പിന്നെ അഞ്ചുരുളി ചെന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.